CPM നേതൃത്വത്തോട് കടുത്ത അതൃപ്തിയുമായി കോട്ടയത്തെ മുതിർന്ന നേതാവ് സുരേഷ് കുറുപ്പ്. ജൂനിയർ ആയവർക്ക് പാർട്ടി കൂടുതൽ പ്രാധാന്യം നൽകുന്നു എന്നാണ് പരാതി. തനിക്ക് ആരോഗ്യ പ്രശ്നങ്ങളില്ല എന്ന് സുരേഷ് കുറുപ്പ് വ്യക്തമാക്കുന്നു. ജില്ലാ സമ്മേളനത്തിന്റെ അവസാന ദിവസം പങ്കെടുക്കാതിരുന്നത് അതൃപ്തിയെ തുടർന്നാണ് എന്നാണ് റിപ്പോർട്ടുകൾ. എന്നാൽ വിഷയത്തിൽ കൂടുതൽ പ്രതികരണങ്ങൾക്ക് CPM നേതൃത്വം തയ്യാറല്ല. ഞങ്ങൾ സുരേഷ് കുറുപ്പിനെ അംഗീകരിക്കുന്നു, മാനിക്കുന്നു, ബഹുമാനിക്കുന്നു. സുരേഷ് കുറുപ്പിൻ്റെ അംഗീകാരത്തെ എല്ലാം ഞങ്ങൾ വലിയ നിലയിൽ കാണുന്നു. അതുകൊണ്ട് ഞങ്ങൾ ആ സമയത്ത് അങ്ങനൊരു തീരുമാനം ഞങ്ങൾ എടുത്തില്ല. തുടർന്ന് സുരേഷ് കുറുപ്പ് പാർട്ടി കമ്മിറ്റികളിൽ വരുന്നില്ല. അദ്ദേഹം ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നു. അതാണ് വസ്തുത. പാർട്ടി പറയുന്ന പരിപാടികൾക്കെല്ലാം പോകാറുണ്ട് കേട്ടോ. നിങ്ങൾ പറഞ്ഞ ഒരു അസംതൃപ്തി ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല. ഇന്നലെ ജില്ലാ കമ്മിറ്റിയിൽ നിന്നും സുരേഷ് കുറുപ്പിനെ ഒഴിവാക്കിയപ്പോൾ ജില്ലാ സെക്രട്ടറി പറഞ്ഞ വിശദീകരണമാണിത്. എന്നാൽ ഇതൊന്നും സുരേഷ് കുറുപ്പ് ശരിവെക്കുന്നില്ല. തനിക്ക് ആരോഗ്യ പ്രശ്നങ്ങളില്ല. 3 വർഷം മുൻപ് താൻ നൽകിയ കത്ത് പരിഗണിച്ചാണ് ഇപ്പോൾ പുറത്താക്കിയത്. പാർട്ടിയുടെ നിലപാടുകളിൽ കടുത്ത അതൃപ്തിയും സുരേഷ് കുറുപ്പിനുണ്ട്. മുതിർന്ന നേതാവായിട്ടും തന്നെ പാർട്ടി കാര്യമായി പരിഗണിക്കുന്നില്ല. പുതിയ ആളുകൾക്ക് അമിത പരിഗണന നൽകുന്നു. ഇത് അംഗീകരിക്കാൻ സാധിക്കില്ലെന്നും സുരേഷ് കുറുപ്പ് പറയുന്നുണ്ട്. സംഘടനാ പ്രവർത്തനത്തിൽ സജീവമാകുന്നില്ലെന്ന വിമർശനമാണ് പാർട്ടിക്കുള്ളത്. സുരേഷ് കുറുപ്പിന്റെ അതൃപ്തിയിൽ പ്രതികരണത്തിന് പാർട്ടി നേതൃത്വം തയ്യാറായിട്ടില്ല. 1984 വീശിയടിച്ച ഇന്ദിരാ തരംഗത്തിലും കോട്ടയം പാർലമെന്റ് സീറ്റിൽ അട്ടിമറി വിജയം നേടിയ സുരേഷ് കുറുപ്പ് പിന്നീട് നടന്ന തെരഞ്ഞെടുപ്പുകളിലും UDF കോട്ടയിൽ വിള്ളൽ വീഴ്ത്തി കരുത്തുകാട്ടിയിരുന്നു. നിയമസഭയിലേക്കും 2 തവണ വിജയിച്ചിട്ടുണ്ട്. ഒന്നാം പിണറായി സർക്കാരിന്റെ സമയത്ത് സ്പീക്കർ സ്ഥാനത്തേക്ക് പേരുയർന്നു വന്നതാണ്. എന്നാൽ പരിഗണിച്ചില്ല. പക്ഷേ ഇപ്പോഴത്തെ പ്രശ്നം അതൊന്നുമല്ല. ജൂനിയറായവർക്ക് കൂടുതൽ പരിഗണന പാർട്ടി നൽകുന്നത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ പരസ്യ പ്രതികരണമടക്കം സുരേഷ് കുറുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായേക്കാം. കോട്ടയത്ത് നിന്ന് ടോബി ജോൺസൺ, 24.